ജെയിംസ് ബോണ്ട് എന്നുൾപ്പെടെ പല വിശേഷണങ്ങൾക്കും അർഹനാണ് അജിത് കുമാർ ഡോവൽ എന്ന ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഇന്ന് ഇന്ത്യൻ ഭരണസിരാ കേന്ദ്രത്തിലെ ഏറ്റവും കരുത്തനായ വ്യക്തിയാണ് ഡോവൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും വിശ്വസ്തൻ. ഒരിക്കൽ ചെയ്തതൊന്നും ആവർത്തിക്കുകയില്ല. ഓരോ വിഷയത്തിലും എതിരാളിക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കും. ഇതാണ് ഡോവലിന്റെ വലിയ പ്രത്യേകതകളിലൊന്ന്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും കയറി ഭീകരരുടെ താവളം തകർത്തതിന് പിന്നിലെ പ്രധാന ബുദ്ധി കേന്ദ്രമാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. സിവിലിയൻസിന് പ്രയാസം സൃഷ്ടിക്കാതെ പാക് സൈന്യത്തെ തൊടാതെ ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി ആക്രമിക്കാൻ സാധിച്ചത് ഡോവലിന്റെ മികവുറ്റ ചടുല നീക്കങ്ങൾ കാരണമാണ്. ഇന്ത്യയുമായുള്ള സംഘർഷം മുറുകിയപ്പോൾ പാകിസ്ഥാൻ ഏറ്റവും ഭയന്ന പേര് അജിത് കുമാർ ഡോവലിന്റേതാണ്. ഡോവലിന്റെ ആവനാഴിയിലെ തന്ത്രങ്ങൾ അവസാനിക്കില്ലെന്ന് അവർക്കറിയാം. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ് ഈ ഉത്തരാഖണ്ഡുകാരൻ. 1968 ബാച്ചിൽ 3 കേരള കേഡർമാരിൽ ഒരാളായിരുന്നു അജിത് ഡോവൽ. കേരളത്തിൽ അജിത്തിന്റെ ആദ്യ പോസ്റ്റിംഗ് കോട്ടയം ASP ആയിട്ടായിരുന്നു. അധികം വൈകാതെ അജിത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് പോയി. സിവിൽ സർവീസ് പരീക്ഷയിൽ മുന്നിൽ വരുന്ന 10 പേരെ IBയിലേക്ക് നേരിട്ടെടുക്കാറുണ്ട്. അങ്ങനെ അജിത് IBയിലെത്തി. 2005 IB ചീഫായി വിരമിക്കുന്നതുവരെ സ്തുത്യർഹമായ അനവധി സേവനങ്ങൾ. കൃത്യമായ മേൽക്കൈയോടെ വെടിനിർത്തൽ ഉണ്ടായതിലും അയൽ രാജ്യങ്ങളുമായി സ്വയം പ്രതിരോധം എന്ന ചിന്തയിൽ നിന്ന് ഇന്ത്യയെ തിരിച്ചടിക്കാൻ പ്രാപ്തമാക്കിയ ആശയങ്ങളും ഡോവലിന്റേതായിരുന്നു. ബാലാക്കോട്ട് കശ്മീർ വിഷയത്തിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ മോദി സർക്കാരിനെ പ്രേരിപ്പിച്ചതും ഇദ്ദേഹം തന്നെ. ഇന്ത്യ മുഴുവൻ തരംഗം സൃഷ്ടിച്ച ഉറി ദ സർജിക്കൽ സ്ട്രൈക്കിന്റെ സംവിധായകൻ ആദിത്യ ധർ ചിത്രത്തിന്റെ മേക്കിങ്ങിനെ കുറിച്ച് ഒരിക്കൽ വാചാലനായി. എന്നാൽ ചിത്രീകരണം തുടങ്ങുന്നതിന് മുൻപ് അജിത് ഡോവലുമായി ചർച്ച ചെയ്തിരുന്നോ എന്ന ചോദ്യത്തിന് അർത്ഥഗർഭമായ ചിരിയോടെ നോ കമന്റ്സ് എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ചിത്രത്തിൽ പരേഷ് റാവൽ അവതരിപ്പിച്ച സുരക്ഷാ ഉപദേഷ്ടാവ് ഗോവിന്ദ് ഭരദ്വാജ് എന്ന കഥാപാത്രം ഡോവലിനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. സുവർണക്ഷേത്രത്തിലെ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ഡോവലിന് രണ്ടാമത്തെ വലിയ സൈനിക ബഹുമതിയായ കീർത്തിചക്ര നേടിക്കൊടുത്തു. കീർത്തിചക്ര നേടുന്ന ആദ്യ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡോവൽ. മിസോ നാഷണൽ ഫ്രണ്ടിൽ നുഴഞ്ഞുകയറി സംഘടനയെ ഛിന്നഭിന്നമാക്കി മിസോറാം ഇന്ത്യയോട് കൂടിച്ചേർത്തതിന് പിന്നിലും ഡോവലിന്റെ തലച്ചോറാണ്. എയർ ഇന്ത്യ വിമാന റാഞ്ചിയ താലിബാൻ ഭീകരരുമായി വിലപേശാൻ കാണ്ഡഹാറിലേക്ക് അയച്ചതും ഡോവലിനെയാണ്. 41 തീവ്രവാദികളെ വിട്ടുകിട്ടണമെന്ന ആവശ്യം 3 ആക്കി കുറച്ചത് ഡോവലിന്റെ മിടുക്ക്. ഡോവലിന്റെ പ്രവർത്തനങ്ങൾ പോലീസ് പാഠ്യപദ്ധതിയിലുമുണ്ട്. 1971 തലശ്ശേരി കലാപം അടിച്ചമർത്താൻ K കരുണാകരൻ നിയോഗിച്ചത് കോട്ടയം ASP ആയിരുന്ന ഡോവലിനെയായിരുന്നു. ഡോവൽ ചുമതലയേറ്റ ഒരാഴ്ചയ്ക്കകം എല്ലാം നിയന്ത്രണ വിധേയമാവുകയും ചെയ്തു. ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി 7 വർഷക്കാലം പാകിസ്ഥാനിൽ ഇദ്ദേഹം പ്രവർത്തിച്ചു. 33 വർഷവും ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത്. 10 വർഷം IBയുടെ ഓപ്പറേഷൻ വിങ്ങിന്റെ തലവനുമായിരുന്നു അജിത്. 2005 സർവീസിൽ നിന്നും അദ്ദേഹം വിരമിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക.